Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Good morning, ma'am. ma'am. Morning. Okay, very good morning to all, and please start with prayer. ഞാൻ പാടാം മാം. Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Ma'am, signing ഞാൻ ചെയ്യാം. Okay, Sahadura, please. Mute ആണേ. Mute. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. 5 fingers, 5 fingers, clap, clap, clap. 4 fingers, butterfly. 3 fingers, okay, okay. 2 fingers, peace, peace. 1 finger, shh. Signing in, Sahadura. Okay, you have to make others do the same. Okay, Sahaduna. മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ജയിക്കണം, അവിടെയാണ് നമ്മളുടെ വിജയം. Okay, please thought of it. Yes, Alfia. There are only two ways to live your life. One is through nothing is miracle. The other is through everything is miracle. Albert Einstein. All of you, welcome to our class. Thank you. Okay, thank you so much. And once again, a very good morning to all. Where were we? കുറേ നാളായി കണ്ടിട്ട്, right? So, കുട്ടികൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ സോങ്സ് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അത് എന്താ പറയാ, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വരെയുള്ള ഒരു വീഡിയോ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ വീഡിയോ, ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ, അത് നിങ്ങളുടെ എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും നമ്മുടെ റിലേറ്റഡ് വിത്ത് ഈ ഒരു കോഴ്സിന് റിലേറ്റഡ് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, ലൈക്ക് ആക്ഷൻ സോങ്, റൈംസ്, അങ്ങനെ എന്തും നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് അത് ഷെയർ ചെയ്യണം. സാറിന്റെ നമ്പറാണ്. സോ എവ്രിബഡി ഈസ് സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്യണം. കാരണം വെച്ചാല് ഇത് ആരെങ്കിലൊക്കെ ചെയ്താൽ മതി, അങ്ങനെയല്ല. എവ്രിബഡി ഹാസ് ടു. ഓക്കെ. സോ കുട്ടികൾക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള കുറെ ആക്ഷൻ സോങ്സ് ഉണ്ട്, ലൈക്ക് Incy Wincy Spider, something like that. And then if you're happy and clap your hands. Adile, you can add more actions. If you're happy and stamp your feet. If you're happy and honk your nose. Adalato inde lines. Think ishtabola, touch your head, touch your eyes, touch your ear. Angane endum adile cherka. If you're happy and say hooray. Angane edum cherka. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയല്ല വരാ. ഒരെണ്ണം പറയുമ്പോൾ if you're happy and clap your hands. If you're happy and clap your hands. If you're happy and and you really want to show. If you're happy and clap your hands with the actions. അത് ചെയ്യണം. യൂട്യൂബ് സെർച്ച് ചെയ്ത കുറേ വീഡിയോസ് കാണാം പല രീതിയിൽ. ആൻഡ് ട്രൈ ടു ഇംപ്രോവൈസ്. നിങ്ങളുടേതായുള്ള ഒരു ടച്ച് അതിൽ വരണം. ബോഡി ലാംഗ്വേജ്, എവ്രിതിങ് എല്ലാം അതിൽ വരണം. കാരണം ഞാൻ ഏതൊക്കെ സ്കൂളുകളിൽ പോയിട്ടുണ്ടോ, ഏതൊക്കെ ഏജിലുള്ള കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സോങ് ആണ് അത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുന്ന 9th ഒരു സ്റ്റുഡന്റ്, എക്സ്റ്റേണൽ ഫാക്കൾട്ടി ഒരു സാറാട്ടോ വന്നത്. സാർ ഒരു മഹാരാജ് കോളേജിൽ നിന്നൊരു റിട്ടയർഡ് കെമിസ്ട്രി പ്രൊഫസറാണ്. അദ്ദേഹം ഈ സോങ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിച്ചു. അദ്ദേഹം അതിൻ്റെ ഒപ്പം ആ ആക്ഷൻസ് കാണിച്ചു. ഭയങ്കര രസമായിരുന്നു. പക്ഷെ സാറ് ചെയ്ത് എങ്ങനെയെന്നറിയോ, സാർ ഈ ഇംഗ്ലീഷ് സോങ്ങിനെ നേരെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. നല്ല രസമായിരുന്നു.
നിങ്ങൾ സന്തോഷമാണെങ്കിൽ കൈയടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ സാറ് പറഞ്ഞു. ഭയങ്കര അതും രസമായിരുന്നു. ബട്ട് ഇംഗ്ലീഷിന് അതിൻ്റെതായ ഒരു രഥമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്താൽ മതി, നോ നീഡ് ടു ഡു ഇൻ മലയാളം. ബട്ട് ഇൻ സർട്ടൻ കേസസ് ലൈക്ക് അംഗൻവാടികളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സംടൈംസ് അത് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ടോൺ റിതം തോന്നിയത് ഇംഗ്ലീഷിനാണ്. സോ പ്ലീസ് ട്രൈ ടു ഡു വൺ സെക്കൻഡ്. ഓക്കെ, okay, fine. So where were we? എവിടെയായിരുന്നു നമ്മൾ? എവിടം വരെയായി? യൂണിറ്റ് 7 അല്ലേ? മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. Yes, ma'am. സോ ആൻഡ് വൺ മോർ തിങ്, നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. 7 സബ്ജക്ട്സ് ഉണ്ട് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. സോ 7 സബ്ജക്റ്റിൽ 2 സബ്ജക്ട് അവർക്ക് കഴിഞ്ഞു. ലൈക്ക് നമുക്ക് മനസ്സിലാവുമായിരിക്കും, നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ടഫ്. ഇറ്റ് ഇസ് വെരി ടഫ്. ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയുവാണ്. കാരണം ഹൗ ടു മേക്ക് 4 ഓപ്ഷൻസ്. നമുക്ക് 4 ഓപ്ഷൻസ് വേണം. ഈ 4 ഓപ്ഷൻസിലും ആപ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. വി വിൽ ഫീൽ ലൈക്ക് ഓൾ 4 ആർ കറക്റ്റ്, വി വിൽ ഫീൽ ലൈക്ക് ഓൾ 4 ആർ റോങ്. ആ രീതിയിലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവിടെ ആപ്റ്റ് ആയിട്ടൊരു ആൻസർ ഉണ്ടായിരിക്കും. അപ്പൊ ആപ്റ്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി വെരി ടഫ് ഫോർ ദ പേഴ്സൺ ഹു ഈസ് മേക്കിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആൾക്ക് അത്രയും ടഫാണ്. കാരണം നിങ്ങൾ ഏതൊക്കെ വഴി കൂടെ അത് ചിന്തിക്കുന്നു ആലോചിച്ചിട്ട് വേണം നമുക്ക് ഓപ്ഷൻ ഇടാനായിട്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആൻഡ് ഹെൽത്ത് കെയർ. ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലെ? ഡിസീസിനെ കുറിച്ചാണ് അതിനകത്ത്. കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങള്, അതിനെടുക്കുന്ന പ്രിവെന്റീവ് മെത്തേഡ്സ് അല്ലെ? വാക്സിനേഷൻ എല്ലാരും കേട്ടിട്ടുണ്ടാവും. വാക്സിനേഷനെ കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇമ്മ്യൂണൈസേഷൻ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഡോസേജുകൾ, ഇഞ്ചക്ഷൻസ്, ഓറൽ ഡോസ് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയാലോ. എന്തോ ഞങ്ങളെ കൊണ്ട് വാക്സിനെ പറ്റിയൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിലെ. ഓക്കെ, ഫൈൻ. ഞാൻ ആ ക്ലാസ് എടുത്തിരുന്ന 2 ബാച്ചിന് ഞാൻ ആ ഒരു അസൈൻമെന്റ് കൊടുത്തത് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടു. ബേർഡ് ടൈമില് കുട്ടികൾക്ക്, അതായത് ജനിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ ഏതാന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ സേ ദാറ്റ് നോട്ട് ഇൻ ദ സിലബസ്. നിങ്ങൾക്ക് പറയാം PDF ഇല്ല എന്ന് പറയാം. ബട്ട് യു ഹാവ് ഓൾറെഡി ഡൺ ദ അസൈൻമെന്റ്, റൈറ്റ്? സോ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടുന്നതുകൊണ്ട് തെറ്റാണോ? No, ma'am. അതെല്ലാവർക്കും അറിയാവുന്ന BCG vaccine. Yeah. Then one more question. Which injection is given to mother before the birth of the baby? അതായത് ബേബിയെ ക്യാരിങ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് മദറിന് ബേബി ബർത്ത് ആവുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഏതാന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. യെസ്, TT. ദാറ്റ് ഓൾസോ യു നോ. ഈ 2 ക്വസ്റ്റ്യനും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ബാച്ചിനും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇടുമായിരിക്കും. അപ്പോ some people can say like this is not in the PDF, this is not in the syllabus. So അതാണ് പറയുന്നത് റിലേറ്റഡ് സ്റ്റഡി. ഏതൊരു സബ്ജക്ട് നിങ്ങൾ പഠിക്കാൻ പോയാലും, മോണ്ടിസോറിന്ന് തന്നെയല്ല, നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയാലും നിങ്ങൾ ഫാഷന്റെ അപ്ഡേറ്റ്സ് നോക്കില്ലേ? ഫാഷൻ ഡിസൈനിങ്ങിലെ ആ സിലബസിലുള്ള ഫാഷൻ അത് മാത്രമേ പഠിക്കുള്ളൂ. സോ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കൂല്ലേ? പാരീസിലെ നിമിഷങ്ങൾക്കുള്ളിലാണ് ഫാഷൻ മാറുന്നത്. ബോളിവുഡ്, ഹോളിവുഡിലെ എല്ലാ ഫാഷനും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ? നമ്മളുടെ മൂവീസിലെ ആ വസ്ത്രാലങ്കാരം, ആ ഫാഷൻ മാറി വരുന്നത്, ഓരോ സാരി അത് കഴിയുമ്പോൾ ഇറങ്ങും, അതിന് ആക്സസറീസ് നമ്മളതെല്ലാം അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. സോ ലൈക്ക് നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും don't look into the syllabus itself. Just change your mind out of the box. Out of the box ചിന്തിക്കൂ. നമ്മൾ എപ്പോഴും പുറത്തേക്ക് ചിന്തിക്കണം. ഇനി നമ്മൾ വളരില്ല. ഞാനിത് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പ്രത്യേകിച്ച് പറഞ്ഞല്ല കേട്ടോ. ഞാനിത് നേരത്തെ ഒന്ന് പറഞ്ഞതാ. കാരണം നാളെ നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യുമ്പോൾ, മോഡൽ എക്സാം എന്നല്ല മെയിൻ എക്സാം, ഏത് എക്സാം എഴുതുമ്പോഴും
you will feel like this is not in your our text എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ definitely our ma'am and sir will ask me, teacher, why are you doing like this, why you taking this type of questions എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ I will definitely tell, I will do it like this, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. Okay, so but 90% of the questions was from mock test. Mock ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 90%. അത് പ്രാക്ടീസ്, അത് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് തരാതിരുന്നതിന് കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനിലായിരുന്നു. ഞാൻ ഈ വീക്ക് ഒന്ന് കഴിയുമ്പോൾ ഞാൻ ഒന്ന് സെറ്റിൽ ആവും. സോ ഇറ്റ് വിൽ ബി വെരി കംഫർട്ടബിൾ ഫോർ മീ ടു ഗീവ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? എവിടം വരെ ആയി എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ബിക്കോസ് എവറിത്തിങ് വെന്റ് ഫ്രം മൈ മൈൻഡ്. ഓക്കെ, സോ എന്റെ റിലേ കട്ടായിരിക്കുക, ഓൾമോസ്റ്റ് എന്റെ റിലേ മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷന്റെ നമ്മുടെ പുറകിൽ കുറെ പേരുണ്ട്. അപ്പൊ എനിക്ക് അവരെ കഷ്ടപ്പെടുത്തണം എന്ന് ഞാൻ സിൻസിയർലി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവ്സ് ചില ഡിലേസ് ഒക്കെ വന്നു. സോ നമ്മൾ എവിടെ വരെ? യൂണിറ്റ് 7. ഐ നോ ദാറ്റ് വി ആർ ഇൻ യൂണിറ്റ് 7. ആൻഡ് ഒരു സന്തോഷത്തോടു കൂടി ഇറക്കട്ടെ, ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഐ ഹാവ് ടു പ്രിപ്പയർ വൺ മോഡ്യൂൾ ഫോർ ദ സ്മോൾ ചിൽഡ്രൻ. ലൈക്ക് സ്മോൾ ചിൽഡ്രൻ ഇൻ ദ സെൻസ് 3 ഇയേഴ്സ് തുടങ്ങിയുള്ള കുട്ടികളെയല്ലേ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, മീൻസ് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത്. നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ലൈഫ് പ്രോഗ്രാം. പ്രോജക്ട് എന്ന് പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇറ്റ്സ് എ ലൈഫ് പ്രോഗ്രാം. അതിന്റെ പേര് മെറ്റമോർഫോസിസ് എന്നാണ്. നമ്മള് ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ് നമുക്കറിയാം. ബട്ടർഫ്ലൈ ആകാനായിട്ട് ആ ബ്യൂട്ടിഫുൾ വിങ്സോട് കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്ലൈ ചെയ്തു പോകുന്ന കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആകാനായിട്ട് അതെടുത്ത സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെ. ഒരു പുഴുവായി എഴഞ്ഞ് പുഴുന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ. എഴഞ്ഞ് വന്ന് ഇലയൊക്കെ കഴിച്ച് ചുരുണ്ടുകൂടി ഒരെണ്ണത്തിനകത്ത് വീർപ്പ് മുട്ടിയിരുന്നു. ടൈം ആയപ്പോ അത് പുറത്തേക്ക് വരുന്നു. ഹാപ്പിലി ദാറ്റ് ബട്ടർഫ്ലൈ ഈസ് ഫ്ലൈയിങ്, റൈറ്റ്? സോ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, മെറ്റമോർഫോസിസ്. നമ്മൾ സ്കൂൾസിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു ഏജിൽ വരുന്ന സ്കൂൾസ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് പലപ്പോഴും പാരന്റ്സ്, ടീച്ചേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളെല്ലാം അഡോളസൻസ് എത്തുമ്പോഴാണ് അവർ പറയുന്നത്, ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, നമ്മളീ പറഞ്ഞ ആ ഒരു 3 ഇയേഴ്സ് ആ ഒരു ഏജിലെ നമുക്ക് അവരെ കിട്ടുവാണെങ്കിൽ, മീൻസ് അവിടെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ദിസ് വോണ്ട് ഹാപ്പൻ. 8ാം ക്ലാസ്സിലായിട്ട് വാട്ട് വി വിൽ ഡു, കരഞ്ഞുകൊണ്ട് പാരന്റ്സ് വരും പലപ്പോഴും. ടീച്ചേഴ്സ് തലയിൽ കൈവച്ച് ഈസ് വെരി ഹെഡേക്ക്, പ്രോബ്ലമാറ്റിക് എന്ന് പറയും. സോ അവിടെ നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാവ് ടു ഡു ഇൻ ദ ബിഗിനിങ്. ആ ഒരു ബിഗിനിങ്ങിൽ തന്നെ കതിരിന്മേൽ വളം വെച്ചാൽ കാര്യമില്ല എന്ന് പറയില്ലേ, സെയിം തന്നെ. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ തുടങ്ങണം. സോ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാണ്. ഈ മെറ്റമോർഫോസിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാണ് അല്ലെ. സോ യു പീപ്പിൾ ക്യാൻ ഡു മോർ ദാൻ അസ്. നമ്മൾ സ്കൂളിനെ തേടി പിടിച്ചൊക്കെ ചെല്ലണം, പക്ഷെ നിങ്ങളുടെ കയ്യിലേക്കാണ് 3 ഇയേഴ്സിലെ കുട്ടികൾ വരുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്കൂളിനെ അപ്രോച്ച് ചെയ്താലും സ്കൂൾസ് പറയണ എന്താ, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ പ്രശ്നമില്ല. സോ വി ഹാവ് കൗൺസിലേഴ്സ്, ഞങ്ങളുടെ സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. സോ വി ഡോണ്ട് നീഡ്, അങ്ങനെ പറയുന്ന സ്കൂൾസ് ഉണ്ട് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്നും അറിയാതെ ഈ കുട്ടികളെ നിങ്ങൾക്ക് തരുമല്ലേ. സോ പ്ലീസ് do maximum from your side and from your heart. Okay, so നമ്മൾ എവിടെ വരെയായി? 5 പോയിന്റുകൾ പറഞ്ഞു മാം. റെസ്പെക്ട് ഫോർ അതേഴ്സ്, റെസ്പെക്ട് ഫോർ മെറ്റീരിയൽ, 5 പോയിന്റ് പറഞ്ഞു.
ഓക്കെ, സോ 5 പോയിന്റ്സ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. നമ്മൾ പറഞ്ഞു മോണ്ടിസോറി എൻവയോൺമെന്റ്, പുറത്തുള്ളവരൊക്കെ വരുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഫ്രീഡം അല്ലേ, എന്തും ചെയ്യാം. നോട്ട് ലൈക്ക് ദാറ്റ് ഫ്രീഡം ഇസ് വിത്തിൻ ദ ലിമിറ്റ്സ്. സെയിം തന്നെയാണ് നമ്മൾ വീടുകളിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെ. ഫ്രീഡം ഇസ് വിത്തിൻ ദ ലിമിറ്റ്സ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു മദർ, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. ഷീ ഈസ് വെരി ഗുഡ് ഇൻ സ്റ്റഡീസ്, നല്ല പോലെ പഠിക്കുന്ന ഒരു കുട്ടിയാ, ക്ലാസ്സിൽ ടോപ്പാണ്. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ് കേട്ടോ. സോ അച്ഛൻ ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുമായിട്ട് കൂടുതൽ ടൈം അച്ഛന് കിട്ടുന്നില്ല. അമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ അമ്മ വിചാരിച്ചു അച്ഛൻ ഒന്നിനും കൺട്രോൾ ചെയ്യാനില്ലല്ലോ, സോ ഞാൻ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആയേക്കാന്ന് പറഞ്ഞു അമ്മ അങ്ങ് സ്ട്രിക്റ്റ് ആവുക കുട്ടിയുടെ അടുത്ത്. 8ാം ക്ലാസ്സിലായി, അഡോളസൻസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടി. അപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവരുടെ കമ്മ്യൂണിറ്റിയിലോ മറ്റോ ഒരു പ്രോഗ്രാം. ഈ കുട്ടി അതിൽ ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്തപ്പം സംഭവം സ്റ്റെപ്സ് എന്തോ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ തെറ്റി. ഓക്കെ, അങ്ങനെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഇവള് ഭയങ്കര സന്തോഷത്തോടു കൂടി അമ്മയുടെ അടുത്തേക്ക് വരുവാ, ഞാൻ ചെയ്ത ഡാൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട്. വന്നതേ അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, നീ എന്ത് പണിയാ കാണിച്ചത്, എന്തോരം തെറ്റിച്ചു, നിനക്കൊക്കെ വേറെ പണിക്ക് കൂടെ. കുട്ടി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീലിംഗ് ആയി. ലൈക്ക് ഐ എം ഗുഡ് ഫോർ നത്തിങ്. അവള് മറന്നുപോയി ഞാൻ പഠിക്കാൻ മിടിക്കുകയാണെന്നുള്ളത് മറന്നു. അമ്മ പറഞ്ഞ ഈ ഒരു വാക്കുകൾ ഇങ്ങനെ ഇംപ്രഷൻ ആയിട്ടിരിക്കുക, ഗുഡ് ഫോർ നത്തിങ്. പിന്നെ അതിന്റെ സെൽഫ് കോൺസെപ്റ്റ് പോയി, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്താലും മോശമാകും, ആ ഒരു രീതിയിൽ ആയിപ്പോയി. കുഞ്ഞങ്ങനെ ആയി. കരഞ്ഞുകൊണ്ട് അമ്മയും കുഞ്ഞും കൂടെ വരുമ്പോഴേക്കും സംഭവം ഏതാണ്ട് കൈവിട്ട അവസ്ഥയാ, വഷളായിട്ടുണ്ട്. സോ അങ്ങനെ അപ്പൊ ആദ്യം അമ്മയാണ് കൺവിൻസ് ചെയ്യിച്ചത്. ലൈക്ക് ഓരോന്ന് പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്യിച്ചപ്പോഴാണ് അമ്മ പറയുന്നത് എന്താ, ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാളെന്തിനാ? മദർഹുഡിലേക്ക് നമ്മൾ കടക്കുമ്പോ നമ്മൾക്ക് കുറെ ക്വാളിറ്റീസ് വരുക. നമുക്ക് കുറെ ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അമ്മയാകുന്നത് അല്ലെ. സോ ആ ഒരു മദർഹുഡിലേക്ക് കിടക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റീസ് വരും. അപ്പൊ ആ കുട്ടിയെ അപ്പൊ ഇവര് പറയണേ അച്ഛന് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ആയി. സോ അവിടെ അമ്മയ്ക്കാണ് ശരിക്കും ബിഹേവിയറൽ ഇഷ്യൂസ്, കുട്ടിക്കല്ല. അമ്മയ്ക്കാണ് ബിഹേവിയറൽ ഇഷ്യൂസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ആക്ടിവിറ്റീസ് അമ്മയും മോളും കൂടെ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, അവരകന്നു, അവരിനെ അടുപ്പിക്കണം. അവര് തമ്മിലുള്ള റാപ്പോ നമ്മൾ ബിൽഡ് ചെയ്യണം. അവര് തമ്മിൽ നല്ല ഒരു ബോണ്ടിങ് ആവണം. അപ്പൊ ആ രീതിയിൽ കുറച്ച് തെറപ്പി അവർക്ക് കൊടുക്കുക, അവർക്ക് അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കൊടുത്തു വിട്ടു ഒരു ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോയി, വരുമ്പോഴിനിയും ഹാപ്പി ആവട്ടെ എന്നുള്ള രീതിയിലിരിക്കാം. സോ ഇതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസും ഒക്കെ. അപ്പൊ ശരിക്കും നമ്മളുടെ ഈ 3 എൻവയോൺമെന്റിലെ 2 എൻവയോൺമെന്റ് ക്രൂഷ്യൽ തന്നെയാണ്. ഫാമിലിയും പറഞ്ഞല്ലോ, കുട്ടി കടന്നു പോകുന്ന 3 ഇടങ്ങളാണ്, ഫാമിലി, സ്കൂൾ, ദെൻ സൊസൈറ്റി. സൊസൈറ്റി അവിടെ നിൽക്കട്ടെ, ചെറിയ കുട്ടികൾ എന്തായാലും സൊസൈറ്റിയിലേക്ക് ഒറ്റയ്ക്ക് പോകില്ല, വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഫാമിലി ആൻഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എനി എൽഡേഴ്സ് അല്ലെ. സോ ഫാമിലി അത് വളരെ റെസ്പോൺസിബിലിറ്റി പാരന്റ്സ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളിലും ടീച്ചേഴ്സിനും അതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കുട്ടി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടൈം മുഴുവനും സ്കൂളിലാണ്. വീട്ടിൽ ചെല്ലുന്നു, കളിക്കുന്നു, പഠിക്കുന്നു, എന്റർടൈൻമെന്റ് എന്തെങ്കിലും ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. അപ്പൊ കൂടുതലും കുട്ടി ഉണർന്നിരിക്കുന്ന, ആക്റ്റീവ് ആയിരിക്കുന്ന, ലൈവ്ലി ആയിരിക്കുന്ന സമയം സ്കൂളിലാണ്. സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ദാൻ ദ പാരന്റ്സ്. അറ്റ് ദ സെയിം ടൈം പാരന്റ്സും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതുപോലുള്ള കുട്ടികൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സുമായിട്ടൊരു 1-to-1 കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. ഓൾവേസ് ട്രൈ ടു ലിസൺ ദം ഫസ്റ്റ്. അവരെ ആദ്യം കേൾക്കുക. അവർ പറയുന്ന മുഴുവൻ കേട്ടിട്ടേ നമ്മൾ എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഇല്ലാഞ്ഞിട്ട് കൂടിയും ഞാൻ ആ ടോപ്പിക് കവർ ചെയ്യണമെന്ന് പറഞ്ഞത്. നമുക്ക് ഒരാളെ മനസ്സിന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. മേ ബി ആ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം, പാരന്റ്സ് പല ഇതിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. സോ വി കുഡ് ഡു സംതിങ് ഇൻ ദാറ്റ്. കാരണം കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ ബ്ലെയിം ചെയ്യാനോ അല്ല നമ്മളുടെ ഉദ്ദേശം. അവരെ കേൾക്കുക, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്താണെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുക, വേറെ എങ്ങോട്ടെങ്കിലും റീഡയറക്ട് ചെയ്യുക. ക്യാൻ ഡു ദാറ്റ്. കുട്ടികളുടെ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുക, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേറ്റസിൽ
ഓരോന്ന് സംഭവിക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തും. ഓക്കെ, അപ്പൊ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം പറഞ്ഞു. സോ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, ബട്ട് കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്യുന്നു. ആ വിത്തിൻ ദ ലിമിറ്റ്സിലാണ് ഫ്രീഡം എങ്കിൽ കൂടിയും അവർ നല്ല രീതിയിൽ തന്നെ അത് എൻജോയ് ചെയ്യുന്നു, അല്ലെ? ദേ ഓൾവേസ് റെസ്പെക്ടിങ് അതേഴ്സ്. കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ റൈറ്റ്സിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അവർ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യില്ല. ആ രീതിയിൽ എൻവയോൺമെന്റ് അവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ in that classroom there are many other materials related to that. Mats പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? മാറ്റ് എന്ന് പറഞ്ഞ ചെറിയ സൈസ് ആണ്. സോ ആ മാറ്റ് ഇരിക്കുന്ന സ്പേസിലായിരിക്കും ആ കുട്ടി ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ഈസ് ഫ്രീ ടു ഡു ദ ആക്ടിവിറ്റി ഇൻ ദാറ്റ് സ്പേസ്. അപ്പം അടുത്തിരിക്കുന്ന ഒരാളെ ഡിസ്റ്റർബ് ചെയ്യില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഇങ്ങനെ ആദ്യം ബെഞ്ചിലിരുന്ന് എഴുതും, കുറച്ച് കഴിയുമ്പോൾ നിലത്തിരുന്ന് എഴുതും, ഇങ്ങനെ കിടന്നായിരിക്കും എഴുതുന്നത്. ഇങ്ങനെ അപ്പോഴേക്കും മുടി വന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ സ്ലേറ്റിലേക്ക് വീഴും. അപ്പം അപ്പോഴേക്കും ടീച്ചർ വിളിക്കും, ഇങ്ങനെ മറ്റേ കുട്ടി ഇങ്ങനെ മുടിയുന്നുണ്ട്. ടീച്ചർ വന്നിട്ട് എന്റെ മുടി കെട്ടി തന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 സൈഡിൽ പിന്നെയൊക്കെ ഇട്ട് തന്നു, അങ്ങനെ ആവാ വീഴാതിരിക്കാനും. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടി കെട്ടി വെക്കുവോ ഏതാണ്ടൊക്കെ ചെയ്തു. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ഇതാണ് ഒരു കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റി മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെ. എല്ലാവർക്കും യെസ് പ്ലീസ്. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. വികൃതി എന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഉള്ളതിൽ ഏറ്റവും ചെറുത് ഇയാളാ. 4 വയസ്സെങ്ങാണ്ട് ഞാൻ പോണ ടൈമിൽ പുള്ളിക്ക്. എന്നിട്ട് വീട്ടുകാരെന്ന് വെച്ചാൽ വലിയ ശ്രദ്ധയില്ലാത്ത മാതിരി എനിക്ക് തോന്നിയത്. കാരണം അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പന് ജോലിക്ക് പോണു. അപ്പൊ രാവിലെ പിള്ളേരെ വിടും. 2 മക്കളാ അവര്, 2 ആമക്കള്. ഇളയാള് KG പഠിക്കുന്നു, മൂത്തത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കൊച്ചിന് വീട്ടിൽ നിന്ന് വൈകുന്നേരം വരെ ഇരിക്കുന്നയാ, ഇത്രയും വെയിലും. എന്നിട്ട് ഒരു വെള്ളം പോലും കൊടുത്തു വിടൂല. പിന്നെ കൊച്ചിന് ഇട്ട് കൊടുക്കുന്ന പാന്റ് എന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്റെ പാൻ്റൊക്കെ. എന്നിട്ട് ഒരു ബെൽറ്റ് പോലും ഇട്ട് കൊടുക്കാതെ കൊച്ചു നടക്കുമ്പോ പാന്റ് ഊർന്നു പോക്ക്, അങ്ങനെയൊക്കെ. എന്നിട്ട് ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ ആ ചേച്ചീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കൊച്ചിന് ഇങ്ങനെ വെള്ളം കൊടുത്തു വിടണം, പാന്റ് ടൈറ്റ് ഉള്ള അവന് പാന്റ് ഇല്ലേ, അല്ലെങ്കിൽ യൂണിഫോമിന്റെ ഇട്ട് കൊടുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ആദ്യം ഒന്നും വലിയ ഇതുണ്ടായില്ല. എന്നിട്ട് PTA വന്നപ്പോ ഞാനും ഇങ്ങനെ പറഞ്ഞു. ആ ടൈമിൽ ഞാൻ അവിടെ ഉള്ള ടൈമാ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ കൊടുത്തുവിടുമ്പോ അത് അതിന് ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ പറ്റൂല, പിള്ളേരുടെ കളിക്കാൻ പറ്റൂല. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് കൊച്ചു വാടി തളരും. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. എന്നിട്ട് ഞാനും പറഞ്ഞ് ആദ്യത്തെ 2 ദിവസം കൊടുത്തുവിട്ടു, വെള്ളവും കൊടുത്തുവിട്ടു, മര്യാദയ്ക്ക് പാൻ്റൊക്കെ ഇട്ട് കൊടുത്തുവിട്ടു. പിന്നെ ഇത് തന്നെ ടീച്ചർ പിന്നെയും വിളിച്ചു പറയുമ്പോൾ ഇവർക്കൊന്നും ഒരു മൈൻഡും ഇല്ലാത്ത മാതിരിയാ. അത് കഴിഞ്ഞിട്ട് അവസാനം ടീച്ചർ സഹിയായിട്ട് വള്ളി വരെ കെട്ടി കൊടുത്തുവിടുകയാണ് കൊച്ചിന്. അതുപോലെ ഇന്നലെ ആ കൊച്ച് ചേട്ടന്റെ ഷൂ ഇട്ടോണ്ട് വന്നേ സ്കൂളില്. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം പുള്ളി ഓടി വന്നതും ഷൂ വലുതായിട്ടാണ് എന്തോ മറിഞ്ഞ് വീണ് മൂക്കുകൊണ്ട് ബെഞ്ചിന്റെ സൈഡിൽ ഇടിച്ച് ചോര വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു. അമ്മേനെ വിളിച്ചപ്പോ അമ്മ പറയാ അപ്പനെ വിളിച്ചിട്ട് കിട്ടണില്ല, അതുകൊണ്ട് വൈകുന്നേരം കൊച്ചിനെ വിട്ടാതിന്ന് സ്കൂള് വിടുമ്പോ. പിന്നെ പറഞ്ഞു അപ്പൊ തറവാട് അടുത്തുണ്ട്, അപ്പൊ പറഞ്ഞു തറവാട്ടിലേക്ക് അങ്ങ് വിളിച്ചു പറ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണം. വൈകുന്നേരം ആയപ്പോഴാ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണം, ചോര വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാ തറവാട്ടില് അവിടുത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റൂലെന്ന്. ഒരുമാതിരി ഒരു ശ്രദ്ധയില്ലാത്ത മാതിരി. സ്കൂളിലേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വരണം എന്ന് പറഞ്ഞ് വിളിപ്പിക്കണം. എന്നിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് വൈകുന്നേരം സ്കൂള് വിടാറായപ്പോഴത്തേക്കും വന്നിട്ട് അപ്പോഴത്തേക്കും ഞങ്ങള് മരുന്നൊക്കെ വെച്ച് മൂക്കിന്റെ ഉള്ള മുറിഞ്ഞു. കൊച്ചു തൊടിക്കൂല, ഒരു സാധനം തേക്കാനൊന്നും സമ്മതിക്കില്ല. എന്നിട്ട് പഞ്ഞിയിൽ ഇത് വെച്ച് ചോരയൊക്കെ തുടച്ച് സെറ്റാക്കി എടുത്തു. പുള്ളീനെ ഓക്കെ ആക്കി എടുത്തു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ ആക്കിയരും. ഫിനാൻഷ്യലി എങ്ങനെയാ? വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാ, ഓവർ ഇല്ല എന്നാലും. എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് അറിയാമോ? കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ആ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ഒരു ഇതല്ലേ. സ്കൂളുകളിലെ ചൈൽഡ് ലൈൻകാർ ഇൻസ്പെക്ഷന് വരാറുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് ഒന്ന് പേടിപ്പിച്ചാൽ മതി. നമുക്ക് ചില കള്ളങ്ങൾ ഇടയ്ക്ക് പറയാം. ചൈൽഡ് ലൈൻകാർ പ്രശ്നമാണ്. ഒരു തവണ കൊച്ചിന് കണ്ണിന് വേദന എടുത്തു എന്നും പറഞ്ഞ് കൊച്ച് ഈ ഫെവിക്കമ്മില്ല മറ്റേ പെട്ടെന്ന് ഒട്ടുന്ന പശ, അത് ഇത് കണ്ണിൽ ഒഴിച്ചു. ഫെബിക്വിക്ക് ഒരു കണ്ണിൽ ഒഴിച്ച് കണ്ണ് അടച്ചു പിടിച്ചോണ്ട് നടക്കുക ചെയ്താ. എന്നിട്ട് കണ്ണ് പീലിയൊക്കെ ഒട്ടിപ്പോയി. പിന്നെ രാത്രി എങ്ങാണ്ട് ആശുപത്രി കൊണ്ടുപോയി പീലിയൊക്കെ കട്ട് ചെയ്തെടുക്കുക ചെയ്ത്. ഒരു ശ്രദ്ധ. അപ്പൊ ആ കൊച്ചിനെ അങ്ങനെ ശ്രദ്ധിക്കുന്ന വീടാണെങ്കിൽ ആ കൊച്ചത് വീട്ടുകാരോടല്ലേ പറയുള്ളൂ.
എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ വന്നപ്പോ ചോദിച്ചു എന്തിനാണ് കണ്ണ് ഒഴിച്ചതെന്നൊക്കെ ചോദിച്ചു. അന്നേരം പറയാം എനിക്ക് കണ്ണ് വേദന എടുത്തു, അപ്പൊ ഞാൻ മരുന്ന് അയച്ചതാണ്. ജസ്റ്റ് വാൺ ചെയ്യുക, വിളിച്ചിട്ട് പറയാ, അവരെ ഇൻസ്പെക്ഷന് വരും. ഈ രീതിയിൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവര് നേരെ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും. വേറെ സ്റ്റെപ്സ് ഒന്നും ഇല്ല എന്നങ്ങ് പേടിപ്പിച്ചാൽ മതി. രണ്ടുപേരും ഒരുമിച്ച് വിളിക്കണം, എന്നിട്ട് പറയണം. ഈ മാതിരി വെയിലത്ത് വെള്ളം പോലും കൊടുത്തുവിടില്ലാന്ന് അലക്കും. എന്നിട്ട് ഞാൻ പോകുമ്പോ എന്റെ കയ്യിലുള്ള വെള്ളം കൊടുക്കുകയാണ് കൊച്ചിന്. ഉച്ചയാകുമ്പോഴത്തേക്കും അത് വാടി തളരും, വെള്ളം പോലും കുടിക്കാതെ. മനസ്സിലായി? പിന്നെ നേരത്തെയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചോണ്ടിരുന്നു, തന്നെ വാരി കഴിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കലും അധികം കുറവാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കലും ഇങ്ങനെയൊക്കെ ഒരു ഇത്. അഫ്നി ഇപ്പൊ പോകുന്നുണ്ടോ സ്കൂളില്? ഞാനിപ്പോ ആനുവൽ ഡേ ആയിട്ട് ചെറിയ പരിപാടിക്ക് പോകുന്നുണ്ട്, പിള്ളേരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് വൈകുന്നേരം. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞില്ലല്ലേ അവിടുത്തെ ആനുവൽ ഡേ? എല്ലാ സ്കൂളുകളും കഴിഞ്ഞു വരും. ഓക്കെ, സോ 25-ാം തീയതിയാ. ഓക്കെ ഫ്രണ്ട്സ്, സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയണം. റെസ്പെക്ട് ഫോർ അതേഴ്സ് അല്ലെ? സോ അങ്ങനെ ഓരോ അവിടെ മൈന്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരെ അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തേക്കണം. അല്ലെങ്കിൽ മാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മാറ്റിന്റെ ഒരു യൂസസ് അത് തന്നെയാണ് ഇതുമുണ്ട്. പിന്നെ റോൾ ചെയ്ത് ഉരുണ്ട് പോകരുത് മെറ്റീരിയൽസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് പറ്റും. അതിൽ സ്ക്രാച്ചസ് വരില്ല. അങ്ങനെ ഫ്ലോറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. പിന്നെ റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, എപ്പോഴും അവര് ആ ഷെൽഫിൽ എവിടെയാണോ അതിരിക്കുന്നത് അവിടെ പോയി എടുക്കുന്നു. ഇതുപോലെ മാറ്റ് എടുത്തിട്ട് അത് വിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ അത് വെച്ച് അവർ ആക്ടിവിറ്റി ചെയ്യുന്നു. ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ തന്നെ നീറ്റാക്കി ആ എടുത്ത സ്പേസിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നു. അതാണ് റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്. അത് മാത്രമല്ല, മെറ്റീരിയൽസ് ഇപ്പൊ കുറവാണുള്ളത്. സോ വേറൊരു കുട്ടി ചെയ്യുവാണെങ്കിൽ ഹി വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ അവിടെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പേഷ്യൻസ് ആണ്, ക്ഷമയോടെ കാത്തിരിക്കും. ആ രീതിയിൽ കുട്ടികൾ മൗൾഡ് ആവും ശരിക്കും. പിന്നെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവൂല. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ആ ഒരു ആഗ്രഹം ഉണ്ടാവും. ബട്ട് അവർക്ക് ആ ഒരു തോട്ട് അവിടെ നിന്ന് തന്നെ കിട്ടും. ഇതിവിടെ വെക്കേണ്ടതാണ്, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. സോ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ വീണ്ടും അത് ചെയ്യാനായിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാഗ്രഹം അവർക്ക് വരും. പിന്നെ ആ എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യും. ഒരിക്കലും ക്ലാസ് ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ നോക്കില്ല. പിന്നെ എൻവയോൺമെന്റിനെ റെസ്പെക്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഇനീഷ്യലി കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം. ഇപ്പോ നമ്മളുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ഒരു ഫുഡ് ആണെങ്കിലും ശരി, കുട്ടിക്ക് ആവശ്യത്തിനുള്ളത് കൊടുക്കുന്നു, വേസ്റ്റ് ചെയ്യാനും പാടില്ല. അതും അവരെ തന്നെ ഇതാക്കണം. പിന്നെ കുട്ടിക്ക് അത് കൂടുതൽ ഇഷ്ടമായി എന്ന് കരുതി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും കൂടെ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. വി ക്യാൻ ഗീവ് ദം. എനിക്ക് വേണ്ട, നീ എടുത്തോന്ന് പറയണ്ട. നമുക്ക് വേണ്ടെങ്കിൽ കൂടി നമ്മൾ അല്പം അവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുക. അല്ലാണ്ട് എനിക്ക് എല്ലാം കിട്ടും, ഇത് മുഴുവൻ എനിക്കുള്ളതാണ്, ആ ഒരു ഫീല് അവരിൽ വരുത്തരുത്. ഷെയർ ചെയ്ത് എല്ലാവരും ഒരുമിച്ചാണ് ഇത് കഴിക്കേണ്ടത്. സോ നിനക്കുള്ള പങ്ക് നിനക്ക് കിട്ടി. പിന്നെയും വേണമെന്ന് ആഗ്രഹം പറയുവാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ അവർക്കും ഇതുപോലെ തന്നെ ഷെയറിങ്. അവർക്കൊരു ടോഫി, ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും വേണോന്ന് ചോദിക്കും. വേണ്ടാന്ന് പറയേണ്ട, അല്പമെങ്കിലും വാങ്ങിക്കുക. സോ ആ ഒരു ഷെയറിങ് അതെല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വീട്ടിൽ നിന്നുമാണ്. അപ്പൊ അത് തന്നെ വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങിയാലാണല്ലോ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഷെയറിങ് വരുള്ളൂ. പിന്നെ വേറൊരാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ല, വേറൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു ഇത് ആക്ടിവിറ്റി ചെയ്യാൻ വേണമെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും അയാൾ ചെയ്ത് കഴിയുന്നവരെ. എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു. അവിടെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഡിസൈൻഡ് എൻവയോൺമെന്റ് ആണല്ലോ, അവിടെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും കെയറും റെസ്പെക്റ്റും. ഞാൻ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ തുടങ്ങി കുട്ടിയിലേക്ക് ആ ഒരു തോട്ട്, ആ ഒരു ഇൻസൈറ്റ് ചെല്ലുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാം അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം, അത് അവിടെ ഇട്ടോളൂ കുഴപ്പമില്ല, അങ്ങനെയൊന്നും രീതിയിലൊന്നും അല്ല. സോ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, നമ്മളിവിടെ കെയർ ചെയ്യണം, ഇത് നമ്മളുടെ ക്ലാസ് റൂമാണ്. ആ ഒരു രീതിയിൽ അങ്ങനെ ആ ഒരു സെൽഫ് നമ്മളെ തോട്ട് വരുത്തിക്കും. എനിക്കിവിടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്നുള്ളൊരു ഫീല് ഫ്രം ദ ബിഗിനിങ് തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അപ്പൊ ബാക്കിയുള്ള എല്ലാരെയും റെസ്പെക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതേഴ്സ്, എൻവയോൺമെന്റ് റെസ്പെക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹി വിൽ റെസ്പെക്ട് ഹിംസെൽഫ് ഓൾസോ. ഒരു സെൽഫ് റെസ്പെക്ട് വരും.
മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറുമ്പോൾ നമ്മളുടെ ഉള്ളിലും അത് ജനറേറ്റ് ചെയ്യുവാണ്, ഒരു കുട്ടിയുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാണ്. പിന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ചെയ്യും. ഞാനായിട്ട് ഇത് നശിച്ചു പോകരുത്, മോശമാവരുത് എന്നുള്ള തോട്ട് അവർക്ക് വരും. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത, ഒരു കുട്ടിയെയും റീട്രീറ്റ് ചെയ്യരുത്, അതായത് മൂവ് ബാക്ക്, അവരെ മോശക്കാരാക്കുവോ അവരെ ബാക്കിലേക്ക് തള്ളൂ, അങ്ങനെയില്ല. എല്ലാ കുട്ടികൾക്കും അവിടെ ഒരേപോലുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരേപോലുള്ള ഒരു പ്രിവിലേജ് ആണ് കൊടുക്കുന്നത്. എല്ലാവരും ഈക്വൽ ആണ് അവിടെ. സോ ആ രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. ഓരോ കുട്ടിക്കും അവന്റേതായിട്ടുള്ള ഒരു സ്പീഡിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡിൽ പറയുന്നുണ്ടല്ലേ, അവിടെ കുട്ടികളെ നമ്മൾ കമ്പൽ ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല, എത്ര നേരമായി ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊന്നും പറയുന്നില്ല. ഹിസ് ഓൺ റേറ്റ്, അവരിലൊരു പേസ് ഉണ്ട്, ഒരു സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ അവരത് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സ്പീഡ് അവർക്ക് കൂടും, അവരത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ആ ചെയ്യുന്ന ആക്ടിവിറ്റി ഇപ്പോൾ ഒരു ദിവസം ഹാഫ് ആൻ അവർ എടുത്തു, നെക്സ്റ്റ് മേ ബി 20 minutes കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 20 minutes കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കാം. പിന്നെ അങ്ങനെ ടൈം, അങ്ങനെ അവരുടെ തന്നെ ആ ഒരു സ്പീഡിന് ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ നോ കോമ്പറ്റീഷൻ ആൻഡ് റിവാർഡ്സ് ആർ പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. ഇവിടെ റിവാർഡ്സും ഇല്ല, കോമ്പറ്റീഷനും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഡെഫിനറ്റ്ലി വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. അതിങ്ങനെ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നില്ല, പക്ഷെ ഞാൻ അത് പറയുകയാണ്, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ള കുട്ടികളെ ഹേർട്ട് ചെയ്യുന്ന, ഇവൻ ചെയ്തത് കണ്ടോ, ഇവനെ പോലെ ആകാൻ നോക്കും, ദാറ്റ് ടൈപ്പ് ഓഫ് കമന്റ്സ് ഒന്നും നമ്മൾ ചെയ്യരുത്. ഓരോ കുട്ടിയിലും ഓരോ യൂണീക്നെസ് ഉണ്ടല്ലോ, പ്രത്യേകതകൾ, ക്വാളിറ്റീസ് ഉണ്ട്. അതിനെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു കുട്ടിയെ ചെയ്യുമ്പോൾ മറ്റേ കുട്ടിയെ നമ്മൾ തളർത്തരുത്. സോ നമ്മളുടെ സൈഡിൽ നിന്ന് വരുന്ന അപ്രീസിയേഷൻ, റിവാർഡ് എല്ലാരെയും ഒരുമിച്ച് വളർത്തുന്ന രീതിയിലുള്ളതായിരിക്കണം. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അഡൽട്സിന്റെ കാര്യത്തിലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകായിരിക്കും. ലൈക്ക് ചിലരെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് ലൈക്ക് ഒരു ടീം വർക്ക് ആയിരിക്കാം, പക്ഷെ അതിന്റെ ടീം ലീഡറിനെ ആയിരിക്കാം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലീഡർ വളരെ ജനറോസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, വളരെ ആയിട്ടുള്ള ഹംബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഹി വിൽ ഡെഫിന്റെ ടീമിന്റെ വിജയമാണ്. നിങ്ങൾ എല്ലാരും കൂടി ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ല, കണ്ടിട്ടില്ലേ അങ്ങനെ പറയുന്നവരെ. സോ അതുപോലെ ആയിരിക്കണം. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, വലിയ ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് എല്ലാരും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അല്ലെ. കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് എല്ലാരിലും ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ, ആ വേർഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാളെ അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. പക്ഷെ സംടൈംസ് ചിലപ്പോ പേഴ്സണലി ചിലരെ അപ്രീസിയേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരും. ലൈക്ക് ഇപ്പൊ നമ്മളുടെ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ഒരു കുട്ടിക്ക് ടോപ്പ് മാർക്ക് കിട്ടി. സോ ദാറ്റ് വോണ്ട് അഫക്ട് അതേഴ്സ് അല്ലെ. അതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. അതൊക്കെ ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. അതും വേറൊരു കുട്ടിയെ ബുദ്ധിമുട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആളുകളെ ബുദ്ധിമുട്ടിക്കോ, വേണമെങ്കിൽ എൽഡേഴ്സ് യങ്സ്റ്റേഴ്സിന് ആ ഒരു മോട്ടിവേഷൻ ആകാം. അങ്ങനെയുള്ള അപ്രീസിയേഷൻ ഒക്കെ നടത്തുന്നതുകൊണ്ട് അതൊന്നും തെറ്റില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ അച്ചീവ്മെന്റ് എല്ലാം നമുക്ക് അവിടെ ചെയ്യാം. ചില സ്പോർട്സിൽ അച്ചീവ്മെന്റ് കാണിക്കുന്നു, നാഷണൽ ലെവലിൽ പോയി കളിച്ചു വരുന്ന ഒരാൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതൊന്നും വലിയ പ്രശ്നമുള്ള അപ്രീസിയേഷൻ അല്ല. അതേസമയം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ ഒരാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ, കൊച്ചു കുട്ടികളുടെ കാര്യമാണെങ്കിലും വലിയ കുട്ടികളുടെ കാര്യമാണെങ്കിലും ഒരു വർക്കിംഗ് സ്പേസിലാണെങ്കിലും ആ ടീച്ചർ വളരെ മിടുക്കിയാണ്, സോ ഷീ ഈസ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിനേക്കാളും എല്ലാ ടീച്ചർമാരും ആ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോഴേക്കും പേരെടുത്ത് പറയുന്നില്ല, അതൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പലപ്പോഴും എല്ലാവർക്കും പറ്റാറുണ്ട്. സോ ലൈക്ക് അതുപോലെ ആയിരിക്കണം അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വേറൊരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കും. അതിന്റെ അർത്ഥം സോപ്പിടുക എന്നുള്ളതല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. അങ്ങനെയും ചെയ്യരുത്. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ പറയാം. പിന്നെ എപ്പോഴും പറയാറില്ലേ, പോസിറ്റീവ്സ് നിങ്ങൾ ഉറക്കെ പറയുക, നെഗറ്റീവ്സ് പതുക്കെ പറയുക. ഓക്കെ, നെഗറ്റീവ്സ് പറഞ്ഞ് മാറ്റാൻ പറ്റുന്ന ഇടങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടണം. നമ്മുടെ ചില ഫ്രണ്ട്സിൽ ആരെങ്കിലും നമുക്ക് തോന്നിയ ആ ഒരു ചെയ്ത കാര്യം അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം അത് ശരിയായിട്ട് തോന്നുന്നില്ല, സോ വി ക്യാൻ ഡിസ്കസ് ദം ഓപ്പൺലി. അവരോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആ രീതിയിൽ എടുക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ മാത്രമേ. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്രീസിയേഷന്റെ കാര്യമായിരുന്നു പറഞ്ഞത്. പിന്നെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അവർക്ക് ആ ക്ലാസ് റൂമിൽ എങ്ങനെ മൂവ് ചെയ്യാം. ഇതിന്റെ ക്ലാസ് റൂമിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്താസ് ഉണ്ടാവും എല്ലായിടത്തും. ക്ലോസ്ഡ് ക്ലാസ് റൂംസ് അങ്ങനെയൊന്നുമില്ല.
മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്, വളരെ ഹൈറ്റും ഉണ്ടാകും കേട്ടോ, നല്ലപോലെ എയർ സർക്കുലേഷനും ലൈറ്റും നാച്ചുറൽ ലൈറ്റും വരുന്ന രീതിയിലായിരിക്കും. ആ ക്ലാസ് റൂമിൽ അവർക്ക് എങ്ങനെയും മൂവ് ചെയ്യാം. ഓക്കെ, സോ ഡു വൺ തിങ്, 6ഉം 7ഉം ആരെങ്കിലും വായിക്കാമോ? ഞാൻ അത് സ്ക്രോൾ ചെയ്യാൻ ഓർക്കാതെ അത് പറഞ്ഞോണ്ട് 5 വരെ നമ്മൾ വായിച്ചു എന്നല്ലേ പറഞ്ഞത്. സോ 6 and 7 പ്ലീസ് റീഡ് എനിവൺ. 6, 7 എനിക്ക് തോന്നുന്നു 8ഉം കൂടെ വായിക്കാൻ തോന്നുന്നു. യാ, 3 കേട്ടോ, 6, 7 and 8. Okay, Miss Vaichote. Freedom of movement. Children are permitted to move around the classroom as they like, in whatever way they please, the inside as well as the outside of the classroom. Since of this freedom of movement, the Montessori classroom is not divided between work periods. 7. Freedom of choice. Children are free to select their own activities in the classroom. Freedom makes the child able to develop good working habits and sustained concentration. In order to have a selection of activities, the child must be presented with a variety of exercise designed for his audio education. Eighth point, freedom of speech. The Montessori classroom differs from the traditional school. Children speak to each other and start activities together whenever they like. They are not forced subtly or otherwise to join in any group or to share themselves with others when they are not ready or interested. Since they are not forced to compete with each other, their natural desire to help others develop spontaneously. In a Montessori environment, children are expected to obey the rules of basic courtesy, which consists of not interrupting other people's. Since the Montessori approach differs from that of a traditional classroom, the emphasis on it is often missed. സോ 3 points ആയിരുന്നു നമ്മൾ പറഞ്ഞ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അല്ലെ. നമ്മളെ ആരെങ്കിലും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഈവൻ ദോ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണ്, ഇതുപോലെ ഇപ്പൊ ഇവിടെ 1 hour ആണ്. സോ ബട്ട് യു പീപ്പിൾ ക്യാൻ ഫ്രീ അല്ലെ. നിങ്ങളുടെ വീഡിയോ ഓൺ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, ഒന്ന് മാറിയിരിക്കാം, ചാരിയിരിക്കാം, എങ്ങനെയാണെങ്കിലും വേണം. സോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അപ്പൊ ഇവിടെയും കുട്ടികൾക്ക് 1 hour ഒന്നുമല്ല, അവർ ആ ഒരു ടൈമിൽ മുഴുവനും അവർക്ക് അവിടെ മൂവ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവർ റെസ്പോൺസിബിലിറ്റി എന്താ, നമ്മൾ ഇവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഗുഡ് ഓർ ഈവിൾ, അത് രണ്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഈവിൾ സൈഡ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളത് ഇന്റർവ്യൂൻ ചെയ്യണം. ഏതെങ്കിലും കുട്ടികൾ തമ്മിൽ, കാരണം നമുക്ക് എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അല്ലെ. സോ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളും കാണാം, കുറച്ച് അഗ്രസീവ് നേച്ചർ കാണിക്കാം, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള നേച്ചർ കാണിക്കാം. സോ വി ഹാവ് ടു ഒബ്സർവ് ഈച്ച് ആൻഡ് എവറി ചൈൽഡ്. ഓരോ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്, ഒബ്സർവേഷൻസ്. അപ്പൊ അവരങ്ങനെ ഫ്രീ ആയി മൂവ് ചെയ്യുന്നു, പുറത്തേക്ക് ഔട്ട് സൈഡിലേക്ക് പോകുന്നു. ഒരു ഫെസിലിറ്റേറ്റർ ആ കുട്ടിയുടെ പുറകെ ഉണ്ടാവണം. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം, ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ ഇന്റർവ്യൂ, നമുക്ക് ആ സമയത്ത് ഇടപെടാം. അപ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞാലും അതിന് ലിമിറ്റേഷൻസ്, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റേഷൻസ് ഉള്ളത് നമ്മൾ ഓർക്കണം. ഔട്ട്സൈഡ് ദ ക്ലാസ് റൂമും ഇൻസൈഡ് ദ ക്ലാസ് റൂമും എല്ലാം അവർ മൂവ് ചെയ്യുന്നു. അതാണ് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ സാധാരണ ക്ലാസ് റൂമിനുള്ളതുപോലെ വർക്ക് പീരിയഡ്സ്, അതുപോലെ ടൈം ടേബിൾസ് ഇല്ല, വർക്ക് പീരിയഡ്സ് ഇല്ല, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഫ്രീഡം ഓഫ് ചോയ്സ്, കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് സെലക്ട് ചെയ്ത ആക്ടിവിറ്റി ചെയ്യാം. പലപ്പോഴും അവർ മാനിപ്പുലേറ്റ് ചെയ്യും ഈ കിട്ടുന്ന മെറ്റീരിയൽസിനെ. മാനിപ്പുലേറ്റ് ചെയ്യും ഇൻ ദ സെൻസ്, അവർക്ക് കിട്ടുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അവരതുകൊണ്ട് പല മോഡൽസ് ചിലപ്പോൾ ഉണ്ടാക്കാം. ആക്ച്വലി ആ ഒരു മെറ്റീരിയലിന്റെ ഉദ്ദേശം വേറെ ആണെങ്കിൽ പോലും അവർ വേറെ പല രീതിയിലും അത് മാനിപ്പുലേറ്റ് ചെയ്യും. അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം വർക്ക്ഔട്ട് ആവുന്നതാണ്. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷനോ ഇങ്ങനെ ഫ്രീഡം കൊടുക്കുമ്പോൾ കോൺസെൻട്രേഷനോട് കൂടി അവർക്ക് കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും.
ഈ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുന്നതിലും അവർക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ അവര് ഇൻട്രസ്റ്റോട് കൂടി ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും അവർ ലേൺ ചെയ്യും. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ലൈക്ക് ഈവൻ ദോ ഒരു മോണ്ടിസോറി ട്രെയിനർ അല്ലെങ്കിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുമ്പോഴും നമ്മളും ഇവിടെ ഓട്ടോ എഡ്യൂക്കേഷൻ തന്നെയാണ്. വി ആർ ലേണിംഗ് മെനി തിങ്സ്. ഇപ്പൊ അഫ്ന പറഞ്ഞ കുട്ടിയുടെ കാര്യം കേട്ടപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് കുറെ ലേണിംഗ് ഔട്ട്കംസ് വന്നു അല്ലെ. സോ നമ്മളുടെ മുന്നിൽ അതുപോലെ അല്ലെങ്കിൽ ഏകദേശം ഇതിന് സമാനമായ ഒരു പ്രശ്നമുള്ള ഒരു കുട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഹൗ വി ക്യാൻ ഇന്റർവ്യൂ, അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കും. സോ ആ രീതിയിൽ നമുക്ക് പല രീതിയിൽ ഇടപെടാനായിട്ടും. സോ ഇറ്റ്സ് ഓട്ടോ എഡ്യൂക്കേഷൻ. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു ടു share your experience when you go outside, when you go to any school for teaching practice or whatever it be. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യൂ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ എന്നൊക്കെ എപ്പോഴും പറയുന്നത്. സോ ലെറ്റ് മീ ടെൽ യു ഫ്രാങ്ക്ലി, റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ആ ഒരു പൾസാണ് ശരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. സോ ലൈക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ വന്ന് ഇന്ററാക്ട് ചെയ്യൂ. ജസ്റ്റ് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ, ഞാൻ അങ്ങനെ ലൈവ് ക്ലാസ് കാണാറില്ല. സോ വി ക്യാൻ ലിസൺ യു. അവരെ നമുക്കൊന്ന് കേൾക്കാം, അവർക്ക് പറയാനുള്ളത് നമുക്ക് ആ ദിവസം കേൾക്കാലോ. സോ ലൈക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ പറഞ്ഞു, ഇഷ്ടമുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ മോളിൽ വാടക താമസിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവനിപ്പോ 6 വയസ്സായി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവര് ശരിക്കും തമിഴന്മാരാണ്. അപ്പൊ ഇവനെ പ്രസവിച്ച് ഇവിടെ വന്നേ പിന്നെ ആയിരുന്നു ഡെലിവറി ഒക്കെ. എന്നിട്ട് പിന്നെ അവര് നാട്ടിലായിട്ട് ഒരു 5-6 മാസമൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്നേരമൊക്കെ അവന്റെ അമ്മ അങ്ങനെ നമ്മളായിട്ടൊന്നും മിങ്കിൾ ചെയ്യൂലായിരുന്നു. ആ കുട്ടിക്ക് അത് കാരണം ഭാഷയും ശരിക്കും അറിഞ്ഞൂടാ. അപ്പൊ ഭാഷ അറിയാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നത് അത് കൂടുതൽ ആൾക്കാരായിട്ടൊന്നും ഇടപഴകൂല. ഇവിടെ എന്നോട് മാത്രം സംസാരിക്കുള്ളൂ. കാരണം ഞാൻ കുറച്ച് തമിഴും എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയണത് മാത്രം അതിന് മനസ്സിലാവും. ബാക്കിയുള്ളവരൊന്നും പറയണത് മനസ്സിലാവാത്തത് കൊണ്ട് അവരായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ചെറുതിലേ മുതലേ ഈ കൊച്ചിനെ ഞാൻ പുറത്തിറക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അന്നേരമൊക്കെ ഇടയ്ക്ക് പറയുമായിരുന്നു, അവനെ വൈകുന്നേരം ആകുമ്പോ ഇവിടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടാനൊക്കെ പറയുമായിരുന്നു. അപ്പൊ അവര് പറയും ഉറങ്ങണയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊന്നും ഇറക്കാറുണ്ടായില്ല. പക്ഷെ ഇവന് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ വൈകിയാണ്. എന്നിട്ട് പിന്നെ 3-4 വയസ്സൊക്കെ ആയപ്പോഴാണ് കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ കുട്ടിക്ക് ആയ കൺഫ്യൂഷനാണ് മലയാളവും തമിഴും എല്ലാം കൂടെ. ഇപ്പൊ സ്കൂളിൽ പോയപ്പോ അവന് അതിന്റെ സ്വഭാവം ഒരു പ്രത്യേക തരത്തിലാണ്. എന്നുവെച്ചാൽ ബാക്കിയുള്ള പിള്ളേരെ പോലെയല്ല, പഠിക്കാനൊക്കെ കുഴപ്പമില്ല, എന്നാലും എന്താ പറയാ ഭയങ്കര ഒരു ശ്രദ്ധയില്ലാത്ത മാതിരിയാണ്. ഭയങ്കര ഓട്ടം, വണ്ടികളോടൊക്കെ ഭയങ്കര ക്രേസാണ്. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ഏതെങ്കിലും വണ്ടി വന്നാൽ അത് ഇടിക്കും എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല, ഓടി അതിന്റെ മുമ്പിലോട്ട് പോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. കുട്ടികളുടെ ഒപ്പം കളിക്കാനാണെങ്കിലും അവനിക്ക് അറിയാൻ പാടില്ല, ഇരുന്ന് കളിക്കാൻ. അതേപോലെ അപ്പൊ എന്റെ മോളൊക്കെ ഇപ്പോ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ അവള് വേറെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുമ്പോ ഇപ്പൊ അവർക്കും അതാരണം ഇവൻ കളിക്കാൻ വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. ഇവൻ അത് അറിയാൻ പാടില്ല. ഇവർ ഒളിച്ച് കളിക്കും, അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റ് കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണോ കാർഡ് കളിക്കും. അപ്പൊ ഇവൻ അതൊന്നും അറിയാൻ പാടാത്തതുകൊണ്ട് ഇവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവളും എന്നോട് പറയണം, ഉമ്മി അവനെ കാരണം ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാനുള്ള അതാണ് ഇതാണ്. അപ്പൊ ഇവര് കാരണം അവനെ അവോയ്ഡ് ചെയ്യും. അവരാണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പറയണം എന്നുണ്ട്, ഇവനെ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കാനൊക്കെ. പക്ഷെ അത് പറയാനായിട്ട് അത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അവരോട്. അപ്പൊ ഇവിടെ അടുത്തുള്ള വേറെ നൈബേഴ്സ് ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് എന്താ വല്ല അസുഖം ഉണ്ടാ അങ്ങനെയൊക്കെ. ആദ്യം ഇവളുടെ ഒപ്പം ഓട്ടോയിൽ വിടാന്ന് പറഞ്ഞിരുന്നത്, ഒരേ സ്കൂളിലായതുകൊണ്ട്. പക്ഷെ ഇവനെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ വിടാൻ പറ്റൂല. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു ആദ്യമേ, അവനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യണതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ എന്താന്ന് മനസ്സിലാവണില്ല. നല്ലതായിരിക്കും. കാരണം ചെറിയൊരു ഡിസോർഡറോ അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ 6 വയസ്സെന്നല്ലേ പറഞ്ഞേ? 6 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ. അപ്പം ശരിക്കും ഇപ്പോഴേ അത് ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരോട് പതുക്കെ കാഷ്വലി സംസാരിച്ച് ഒന്ന് സൂചിപ്പിക്കുവാണെങ്കിൽ. അങ്ങനെ സംസാരിക്കാൻ വൈകിയപ്പോ ഞാനപ്പോ ഒരു ഇത് തോന്നിയപ്പോ ഞാൻ പറഞ്ഞു, ഡോക്ടറെ കൊണ്ട് കാണിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞത് അതിന്റെ അച്ഛന്റെ പെങ്ങളുടെ മോൻ ഇതേപോലെയായിരുന്നു, വൈകിയാണ് സംസാരിച്ചത്, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ചിലപ്പോ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വർത്താനം. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരുമാതിരി സ്വാതന്ത്ര്യം കിട്ടണ പോലെ ഒരു പ്രത്യേക തരം ഓട്ടവും ചാട്ടവും അങ്ങനെയൊക്കെയാണ് അവൻ. ഇവർക്ക് ഈ ഒരു കുട്ടിയല്ലേ ഉള്ളൂ?
ഈ ഒരു കുട്ടിയേ ഉള്ളൂ. അതേപോലെ ചെറിയ കുട്ടി ഇപ്പൊ വേറെ ചെറിയ കുട്ടികളെ കണ്ട് അവരെ ഇറുക്കും പിടിച്ച്. അവനറിയാൻ പാടില്ല, സ്നേഹം കൊണ്ടാണ് പിടിച്ച് ഇറുക്കിയൊക്കെ ചെയ്യുക. അപ്പൊ ഇവൻ വരുമ്പോ എല്ലാവർക്കും ഒരു പേടിയാണ്. കളിക്കാൻ കൂട്ടാനും ഈ മക്കൾക്ക് മടിയാണ് കാരണം. അവര് രണ്ടുപേരും ജോലിക്കാരെങ്ങനെയാണോ? ഇല്ല, അച്ഛൻ മാത്രമേ പോണുള്ളൂ, അമ്മക്ക് ജോലിയില്ല. രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, ബിടെക് കഴിഞ്ഞതാണ് രണ്ടുപേരും. ഓ ശരി ശരി. അവരുടെ നാട് എവിടെയാ ശരിക്കും? തമിഴ്നാടാണ്, തമിഴന്മാരാണ്. അപ്പൊ അവർക്ക് ജോലി അതിലും ഒരു കൺഫ്യൂഷൻ. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ട് ഇവനെ കൊണ്ട് നാട്ടിൽ തന്നെ പോയി നിക്കണതായിരിക്കും നല്ലതെന്ന്. പക്ഷെ നമുക്ക് അത് പറയാനും പറ്റൂലല്ലോ. അവരൊന്ന് സോഷ്യലൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇടയ്ക്ക് നാട്ടിൽ പോകാനൊക്കെ ഉണ്ടോ അവർക്ക്? നാട്ടിലൊക്കെ പോവാറുണ്ട്. ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല, അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല. അങ്ങനെ ഇത് അക്കാഡമിക്സിലൊക്കെ അപ്പൊ ഈ ഒരു ഏജിൽ അങ്ങനെ അക്കാഡമിക്സ് കാണിക്കണം എന്നില്ലെങ്കിലും ബട്ട് ലേണിംഗ് ഡിസോർഡർ ഉണ്ടോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വലുതാവുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും. അത് ഈ ഒരു സമയത്ത് തന്നെ വൈകിനേക്കാളും മുമ്പ് ചെയ്യണം എന്നുള്ളതാണ് നല്ലത്. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു കൊടുക്കണം? ഡോക്ടറെ കാണിക്കണോ എന്ന് പറയണോ, അല്ലെങ്കിൽ വല്ല കൗൺസിലിംഗ് കൊടുക്കാൻ പറയണോ, അങ്ങനെ എന്തെങ്കിലും? കൗൺസിലിംഗ് എന്ന് പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ഓരോ ഏജിലും ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണല്ലോ, ഓരോ ഏജിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങള് നമ്മളൊന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കും. ഓരോ ഏജിൽ ഇവർക്ക് പല മാറ്റങ്ങൾ ഉണ്ടാകും. കുഞ്ഞിങ്ങനെ ചിലപ്പോ ഹൈപ്പർ ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നേ. ഹൈപ്പർ ആക്റ്റീവ്. ക്യൂരിയോസിറ്റിയും ഭയങ്കര കൂടുതലാണ്. അതാണ് ഈ മറ്റു കുട്ടികളെ കാണുമ്പോഴേക്കും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത പോലെ അതിങ്ങനെ പെരുമാറുന്നത്. സോ അത് സോഷ്യലൈസ് ചെയ്യുന്നതും പ്രശ്നമുണ്ട്. അപ്പൊ ആരെങ്കിലും ഒന്ന് കാണിക്കൂ, കുട്ടികളുടെ ഡോക്ടറെ. അങ്ങനെ കുട്ടികളുടെ ഡോക്ടറെ ഒന്ന് ആദ്യം കൊണ്ടുപോയി കാണിക്കുക. അപ്പൊ അവര് ഡയറക്റ്റ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഡയറക്റ്റ് ചെയ്യും കാര്യങ്ങളൊന്നും. പിന്നെ അവന് ഭയങ്കര പേടിയുമാണ്, എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇന്നലെ കളിക്കാൻ വന്നപ്പോ കാറിന്റെ ചാബി എടുത്ത് ഓടിയപ്പോഴേക്കും അവിടുത്തെ കുട്ടി അയ്യോ അങ്ങനെ ചെയ്യില്ലേന്ന് എന്തോ പറഞ്ഞ് ഒച്ചയെടുത്ത്. അപ്പൊ അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു, ഇങ്ങനെ ഏങ്ങി ഏങ്ങി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയുള്ള ഒരു കരച്ചിലായിരുന്നു. അപ്പൊ എല്ലാ പിള്ളേരും പേടിച്ചു പോയി. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് കൂടുതലായിരിക്കും. ദേഷ്യം, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഈ ഒരു ഏജിൽ അവർ ഭയങ്കരമായിട്ട് അത് ഔട്ട്ബേഴ്സ്റ്റ് ചെയ്യും. അപ്പൊ ഈ പാരന്റ്സ് പണിഷ് ചെയ്യാറുണ്ടോ കുട്ടിയെ? അങ്ങനെ കേൾക്കാറില്ല, ഇടയ്ക്കൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ. എന്നാലും അങ്ങനെയൊന്നും കേൾക്കാറില്ല. അവര് കാര്യത്തിൽ തന്നെയാണ് അവനെ കൊണ്ട് നടക്കണതൊക്കെ. പിന്നെ ചെറുതിലെ മുതൽ പുറത്തോട്ട് ഇറങ്ങാറുണ്ടായില്ല. ഇപ്പോഴാണ് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പറയുമ്പോ വൈകുന്നേരങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത്. പിന്നെ അവരെന്താ ചെയ്യണേന്ന് വെച്ചാൽ കൊച്ചിനൊരു എന്റർടൈൻമെന്റിന് വേണ്ടി വൈകുന്നേരം അച്ഛൻ വരുമ്പോ കുറച്ചു നേരം പുറത്ത് ബൈക്കിൽ കറങ്ങാൻ കൊണ്ടുപോകും. അപ്പൊ അച്ഛൻ വന്നത് ഇങ്ങനെ നോക്കി നിൽക്കും മുകളില്, ബൈക്കിന്റെ സൗണ്ട് കേൾക്കണം. അപ്പൊ തന്നെ അവൻ പുറത്തോട്ട് ഓടി ഇറങ്ങും പോകാനായിട്ട്. അതാണ് അവനിക്ക് ആകെയുള്ളൊരു എന്റർടൈൻമെന്റ്. ഒരു ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ അത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റുള്ള കുട്ടികളുമായിട്ടൊന്ന് അവരൊന്ന് മിങ്കിൾ ചെയ്ത് ആ ഒരു സോഷ്യലൈസ് ചെയ്യുന്നത് കറക്റ്റ് ആകുമ്പോഴേക്കും പിന്നെ അത് ഓക്കെ ആവും. വരില്ല. കാരണം ഇവർക്ക് പലപ്പോഴും ഈ സോഷ്യൽ ക്വാളിറ്റീസ് കിട്ടുന്നത് ഇതുപോലുള്ള പീർ ഗ്രൂപ്പിൽ നിന്നാണ്. ഞാൻ എങ്ങനെ ചെയ്യണം നമ്മളെല്ലാം ഒരു കാണുന്നത് ഇവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വേറൊരു കുട്ടി ചെയ്യുന്നത് അപ്പൊ നല്ലതാണെങ്കിലും അത് നല്ലതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നല്ലൊരു ഗ്രൂപ്പിന്റെ കൂടെ സോഷ്യലൈസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു സോഷ്യൽ ക്വാളിറ്റീസും ബിഹേവിയറും ഒക്കെ അവനിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ വരും. ഇവരോട് ജസ്റ്റ് ഒന്ന് പറയൂ. ഇപ്പൊ സോഷ്യലൈസ് ചെയ്യുന്നതിലും വ്യത്യാസം വരും. ആദ്യം ഒരു കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാം. ഒന്നും ഹൈഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയും. അപ്പൊ ഡോക്ടർ പറയും. അപ്പൊ ആ ഡോക്ടറിൽ തന്നെ ഉണ്ടാവും സൊല്യൂഷൻ. അല്ലെങ്കിൽ അവര് റീഡയറക്ട് ചെയ്യും അതിലേക്ക്. നിങ്ങൾ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് അവർ റീഡയറക്ട് ചെയ്യും. കൗൺസിലിംഗ് പറയരുത്. കാരണം പെട്ടെന്ന് ഒരാളുടെ അടുത്ത് കൗൺസിലിംഗ് നിൽക്കുമ്പോൾ അവർക്ക് ആകെ ഒരു വിഷമമാണ്. നമ്മളെന്തോ ആണല്ലോ നമ്മള് മാനസിക പ്രശ്നം കൊണ്ടുപോകുന്ന. അവര് അതങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. കാരണം ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോടാ ചോദിക്കണം അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിന് ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു പഠിക്കാനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ അതിന് മലയാളം അറിയാൻ പാടാത്തതുകൊണ്ട് അതിന്റെ അമ്മ ആദ്യം എന്റെ അടുത്താണ് അക്ഷരങ്ങളൊക്കെ പഠിച്ചു. ഇപ്പൊ അമ്മയും പഠിച്ചു മലയാളം, അതേപോലെ അവനും പഠിച്ച്. ഇപ്പൊ ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പാട്ടൊക്കെ എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗമൊക്കെ എഴുതി കൊടുത്താൽ അവനത് പറഞ്ഞ് പ്രസന്റ് ചെയ്യും സ്കൂളിൽ. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ അപ്പൊ ഇന്നലെ ഒരു ദിവസം അവന്റെ ക്ലാസ്സിലൊരു കുട്ടീനെ കണ്ടപ്പോ പറഞ്ഞു ടീച്ചർ എപ്പോഴും വഴക്ക് പറയാറുണ്ട്, മലയാളം മിസ്സിന്റെ അടി കൊള്ളാറുണ്ട്, അപ്പൊ കരയാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു.
ഓക്കെ, എന്തായാലും നസിയെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ഒരു തോന്നിയല്ലോ അങ്ങനെ ഒരു മനസ്സ്. എന്തായാലും നോക്കൂ, നമുക്ക് 6 വയസ്സല്ലേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെ ഒരു ഇന്റർവെൻഷൻ ശരിയായ രീതിയിൽ നടക്കുവാണെങ്കിൽ. പിന്നെ നസിയുടെ മക്കൾ എന്ത് ഏജ്? എന്റെ മോള് ഇപ്പൊ 8 വയസ്സ്, മോൻ +2, അവന് 18 വയസ്സ്. മോനുമായിട്ട് ഈ മോൻ എങ്ങനെയാ? മോനായിട്ട് അവന് പിന്നെ അങ്ങനെ നേരമില്ല ഒന്നിനും. അവൻ വന്നു കഴിഞ്ഞ ട്യൂഷൻ പോകലും അങ്ങനെയൊക്കെ ആയിട്ട് മോള് കണ്ടാ ചേട്ടാന്നൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ. സോ അവരോടൊന്ന് പറയൂ, ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കൂ. അത് പറയേണ്ട ഒരു രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി. മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറിച്ചു പറയരുത്. അതും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, മറ്റുള്ളവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. നമുക്കൊന്ന് നോക്കാം. ഇഫ് യു ക്യാൻ സപ്പോർട്ട് പ്ലീസ്. നസിയുടെ ഫാമിലിയിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞു കൊടുക്കാനൊക്കെ. മലയാളം പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, വെരി ഗുഡ്. സോ ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ പറഞ്ഞു. ദെൻ ഫ്രീഡം ഓഫ് സ്പീച്ച്. നമ്മൾ ട്രഡീഷണൽ സ്കൂളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാ പറയുന്നത് അല്ലെ. അവിടെ ടീച്ചർ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടി സംസാരിക്കുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. കുട്ടികൾക്ക് ആ ഒരു സംസാരിക്കാൻ, ടു സ്പീക്ക് ടു ഈച്ച് അതർ. നമ്മുടെ ട്രഡീഷണൽ സ്കൂളിൽ എന്താ സംസാരിക്കുന്നത്, പേരെഴുതി വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടികളുണ്ടല്ലോ. ഇവർക്ക് പരസ്പരം സംസാരിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ഇവരില് കുറെ ക്വാളിറ്റീസ് വരുന്നുണ്ട്. ഓർഡർ ഫോം ചെയ്യുന്നു, ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു, ഒബീഡിയൻസ് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ഇല്ലാത്തപ്പോ പിള്ളേര് കിടന്ന് ബഹളം വെക്കുന്ന പോലെ ഒരിക്കലും ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല. ഓക്കെ, നമ്മുടെ ഏതൊക്കെയോ ട്രെയിനീസ് ടീച്ചിങ് പ്രാക്ടീസിന് വരുമ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാല് ചില ക്ലാസ് റൂം ഭയങ്കര ബഹളമാണെന്ന് ടീച്ചർമാര് പറഞ്ഞിട്ടായിരിക്കും ഒരു മുൻകൂർ അവരെ പറ്റി ഒരു പ്രെജുഡൈസ്, ഒരു മുൻവിധി കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ട്രെയിനീസിനോട് പറയുന്നത്. ഇവര് വന്ന് ക്ലാസ്സിൽ വന്ന ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും പിള്ളേരെ ആക്ടിവിറ്റീസിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടിരിക്കും. പ്രിൻസിപ്പളൊക്കെ വന്ന് നോക്കി, ഇവിടെ പിള്ളേരില്ലേ, ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ ഒരു വ്യത്യാസമാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. സോ അവർക്ക് ഗ്രൂപ്പായിട്ട് ചേർന്ന് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവർ ഫോഴ്സ് ചെയ്യുന്നില്ല, ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവര് റെഡി അല്ലെങ്കിൽ, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് ആ ആക്ടിവിറ്റി ചെയ്യിക്കുന്നുമില്ല. പിന്നെ അതുകൊണ്ട് എന്താ പറയാ, മറ്റുള്ളവരുമായിട്ടൊരു കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയോ അങ്ങനെ വരുന്നില്ല. അവർക്ക് എന്താണോ ഇഷ്ടം അതാണ് അവരവിടെ ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ള പിന്നെ ഒരു റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് എല്ലാം അവിടെ നടക്കും. മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അപ്പൊ മറ്റു കുട്ടികളോ, ഹെൽപ്പ് കിട്ടിയ കുട്ടികള് അവര് വേറൊരു അവസരത്തിൽ അവരും തിരിച്ചു ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിലൊരു റെസിപ്രോക്കൽ ഹെൽപ്പ് അവിടെ നടക്കും. അതൊക്കെ സ്പോണ്ടേനിയസ്ലി ആയിട്ട് വരുന്നതാണ്. നമ്മളിപ്പോ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടിയായിട്ട് അവിടെ പോവാന്ന് വിചാരിച്ചു ആദ്യമായിട്ട്. അപ്പൊ അവിടെയുള്ള കുട്ടികൾ വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടുവന്നൊരു ബോളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കും. ആ രീതിയിൽ അവര് ഒത്തിരി ചേഞ്ചസ്, അവരുടെ കയ്യിലുള്ളത് ഷെയർ ചെയ്യാനും, അത് ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിക്ക് അത് കൊടുത്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അവൻ അത് കയ്യിൽ കിട്ടിയാൽ അവന് സന്തോഷം, ആ രീതിയിലൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട് മെറ്റീരിയൽസ്. പിന്നെ ഈ മോണ്ടിസോറി സ്കൂളിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് അവര് റൂൾസ് ഒബേ ചെയ്യുന്നു അവിടുത്തെ. കാരണം ഇനീഷ്യലി ചെല്ലുമ്പോൾ തന്നെ ദിസ് ഇസ് അവർ ക്ലാസ്, ദിസ് ഇസ് അവർ മെറ്റീരിയൽസ്, വി ഹാവ് ടു ഡു ലൈക്ക് ദിസ്, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി, വി ഹാവ് ടു മൂവ് ജെന്റ്ലി എന്നൊക്കെ തന്നെ എപ്പോഴും ഇങ്ങനെ അവർ കേട്ടാണ് അവര് ഫസ്റ്റ് ഡേ തന്നെ അവിടെ തുടങ്ങുന്നത്. സോ അവർക്ക് ദാറ്റ് ഇസ് എ റൂൾ. അവിടുത്തെ റൂൾ അതാണ്, സ്പീക്ക് സോഫ്റ്റ്ലി, മൂവ് ജെന്റ്ലി, ടേക്ക് കെയർ ഓഫ് ദ മെറ്റീരിയൽസ്. സോ ഈ റൂൾസ് അവർ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ താനെ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു ഒബീഡിയൻസ് വരുവാണ്. അപ്പൊ ഫെസിലിറ്റേറ്റർ എന്ത് പറയുമ്പോഴും അത് അവര് വളരെ സന്തോഷത്തോടു കൂടി അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അനുസരിക്കും. ഒരു കർട്സി വരും, അത് മറ്റുള്ള ആളുകളെ, വേറൊരാളെ റെസ്പെക്ട് ചെയ്യുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ഫീലിങ്സ്. പിന്നീടാണ് വലുതാവുമ്പോഴാണ് നമുക്ക് മറ്റൊരാളുടെ ഇമോഷൻസ്, ഫീലിങ്സിനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മളുടെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് ദേഷ്യം വന്നിട്ട് നമ്മളോട് പൊട്ടിത്തെറിക്കുവാണ്, നമുക്ക് റെസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും.
അവരുടെ, കാരണം ആ ഒരു ഇമോഷൻ, ആൾക്ക് ആ ഒരു ഇമോഷൻ വന്നു, ആ ഒരു ഇൻസ്റ്റന്റിൽ വന്നു. സോ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്നൊരു ഇമോഷനാണ്. സോ നമ്മളത് റെസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ മിണ്ടാതിരിക്കുന്നു ആ ഒരു സമയത്തല്ലേ. പിന്നെ എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മളോട് നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് നമുക്കുണ്ട്. നമ്മുടെ ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ അങ്ങനെ, നമ്മുടെ കുട്ടിയാണെങ്കിൽ പോലും, നമ്മുടെ വീട്ടിലെ വേറെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും ആ രീതിയിൽ നമ്മൾക്ക് അവരോട് ഇടപെടാനായിട്ട് പറ്റും. സോ സെയിം തന്നെയാണ് ഇവിടെയും കുട്ടികൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ട്രഡീഷണൽ ക്ലാസ് റൂമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഫ്രീഡത്തിന്റെ പല കാര്യങ്ങളും പറഞ്ഞത്. നെക്സ്റ്റ്, ഫ്രീഡം ടു ഗ്രോ ആൻഡ് ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. 9 and 10 ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ വായിച്ചു. യെസ് പ്ലീസ്. Freedom to grow. In the Montessori classroom, children are free to grow and to construct his own mental abilities in the prepared environment. All materials in the Montessori classroom are directed toward helping the child build his inner self. Freedom to love and to be loved. Children have the right to love and be loved unconditionally. When the children sense that they are unwavering and questionably loved, valued and respected just for being himself, they too will find in themselves the capacity to love others in the same way. Freedom from danger. The child has the right to grow in danger. Safety has been strengthened through activities of a practical life. Children are imparted knowledge through systematic training in practical life skills, such as to deal with the objects in the correct way, which could be probably dangerous. The teacher must be needful to watch for guard against any emotional or spiritual damage that threatens the child. Okay. സോ ഫ്രീഡം ടു ഗ്രോ, ഫസ്റ്റ് നമ്മൾ 9th പോയിന്റ് ആയിട്ട് പറഞ്ഞത്, മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് ഫ്രീഡം ടു ഗ്രോ, അവർക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും നല്ല രീതിയിൽ തന്നെ നടക്കും. അതിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, തടസ്സപ്പെടുന്ന രീതിയിൽ ഒന്നും തന്നെ അവിടെ ഇല്ല, അല്ലെ. എന്താണോ കപ്പാസിറ്റി, അതിനനുസരിച്ച് മെന്റൽ എബിലിറ്റീസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ ഒരു കുട്ടികളുടെ മെന്റൽ എബിലിറ്റീസ് എന്താണോ, അവരുടെ കപ്പാസിറ്റി പൊട്ടൻഷ്യൽ എന്താണോ അതിനനുസരിച്ചായിരിക്കും എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽസും ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഇന്നർ സെൽഫ് നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ മെറ്റീരിയൽസിന് പല അപ്ഡേഷനും വന്നിട്ടുണ്ട്. പല മോണ്ടിസോറി ക്ലാസ് റൂമുകളും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ബേസ് എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസും ആ ഒരു എൻവയോൺമെന്റ് തന്നെയാണ്. അതിൽ നിന്നും അല്പം പോലും ഡീവിയേറ്റഡ് ആകാതെ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ആവശ്യമാണല്ലേ. നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മൾ സ്നേഹിക്കപ്പെടാനും. പല ചിലർക്ക് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ചില ആളുകളാൽ നമ്മൾ സ്നേഹിക്കപ്പെടാനും നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും. സോ കുട്ടികളും അതുപോലെയാണ്. ദേ ഹാവ് ദ റൈറ്റ് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് അൺകണ്ടീഷണലി. യാതൊരു നിബന്ധനകളും ഇല്ലാതെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അൺകണ്ടീഷണലി സ്നേഹിക്കപ്പെടണം. അവർക്ക് സെയിം ആയിരിക്കണം, അൺവേരിയിങ് ആയിരിക്കണം. ആ സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവരുത്. കൂടുവാണെങ്കിൽ മാത്രം മതി, അല്ലാതെ കുറഞ്ഞു പോകരുത് അല്ലെങ്കിൽ നിന്നു പോകരുത്. ഞാൻ ഇനി സ്നേഹിക്കില്ല നിന്നെ, ആ ഒരു രീതിയിലല്ല. വേരിയിങ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. ആ ഒരു സെയിം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു ഫോമിൽ തന്നെ പോകണം. അൺക്വസ്റ്റ്യനബിളി ലൗഡ് എന്നുവെച്ചാൽ അത്രത്തോളം നല്ല രീതിയിൽ അവരെ സ്നേഹിക്കണം. അത് വാല്യൂഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ റെസ്പെക്ട്ഫുൾ, വാല്യൂഡ് ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഒരു കെയർ, ഒരു അഫെക്ഷൻ കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരു ഫീല് തോന്നും, യെസ് ഐ ആം സംതിങ്, ഐ ആം വാണ്ടഡ്, ഞാൻ ആവശ്യമുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അവന് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു മോട്ടിവേഷനാണ്. അതേസമയം ആരും ശ്രദ്ധിക്കില്ല, ആരും കെയർ ചെയ്യില്ല, ആരും സ്നേഹിക്കില്ല എന്ന് വരുമ്പോൾ ഐ എം നോട്ട് വാണ്ടഡ് എന്നുള്ള ഫീല് വരും. ഞാൻ ഇവിടെ ആവശ്യമില്ല. ഇത് കുട്ടീന്നല്ല കേട്ടോ, എല്ലാവരിലും വരുന്ന ഫീൽ തന്നെയാണ്.
നമ്മളവരെ കെയർ ചെയ്യും, വളരെ അഫക്ഷനോട് കൂടി പെരുമാറുന്നു. സോ ലൈക്ക് എത്രയോ പേര് സൂയിസൈഡിൽ നിന്ന് പുറകോട്ട് ചിന്തിച്ചിട്ടുണ്ട്. വലിയ ആൾക്കാരുടെ കാര്യം, ഞാൻ വാണ്ടഡ് ആണ് എന്ന് പറയുമ്പോഴേക്കും അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് അല്ലെ, അങ്ങനത്തെ കുറെ കേസസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ ലവ് ആൻഡ് ടു ബി ലവ്ഡിന്റെ ഇമ്പോർട്ടൻസ്. ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. ഫ്രീഡം ഫ്രം ഡേഞ്ചർ. വി നോ ദാറ്റ് നമ്മൾ കുട്ടികളെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, കിച്ചണിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. ജഗ്ഗിലേക്ക് വെള്ളം നിറയ്ക്കണം. നമുക്കറിയാം കുട്ടി ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് സ്പിൽ ഔട്ട് ആയി പോകും. അതിന്റെ അർത്ഥം അവനെ ഗിൽറ്റി ഫീലിംഗ് ആക്കുക എന്നുള്ളതല്ല. സോ അതിന് നെക്സ്റ്റ് ഓപ്ഷൻ ഒന്നുകിൽ ഫണൽ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോത്ത് വയ്ക്കുക, വെള്ളം സ്പിൽ ഔട്ട് ആയി തുടച്ചു മാറ്റാനായിട്ട്. പിന്നെ ഗ്ലാസ് ബോട്ടിൽസ്, ഗ്ലാസ് പ്ലേറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ അവനെ ആദ്യമേ പഠിപ്പിക്കുക. മേ ബി ഡേഞ്ചർ ആണ്, ബട്ട് വി ഹാവ് ടു വാച്ച് ദം കെയർഫുള്ളി. മീൻസ് നമ്മളുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. ഒരു പ്ലേറ്റ് പൊട്ടി വീണു, അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അത് ഡേഞ്ചറും കൂടിയാണ്. ബട്ട് നമ്മൾ ഗ്ലാസ് പ്ലേറ്റിലാണ് ഊണ് കഴിക്കുന്നതെങ്കിലും അത് കൊണ്ടുപോയി വാഷ് ചെയ്യാനായിട്ട് അവനെ കേപ്പബിൾ ആക്കുക. അതാണ് നമ്മളുടെ ഡ്യൂട്ടി. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ എന്തിലെ കൂടെയൊക്കെ കടന്നു പോകുന്നു. ഇതെല്ലാം നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ 3rd മോഡ്യൂളിലെ പ്രാക്ടിക്കൽസിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്, വാട്ടർ പോറിങ്, പൾസ് ഒരു കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുക, പൾസസ് എല്ലാം ഫില്ല് ചെയ്യുക, കടല, പയറ്, പരിപ്പുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വീട്ടിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. അവിടെ ഒരു ക്ലീൻ ചെയ്യാൻ ഒരു മോപ്പ് വേണമെന്നും, അല്ലെങ്കിൽ ഒരു ഫണൽ കൊടുക്കാം, അല്ലെങ്കിൽ വലിയ ട്രേ കൊടുക്കാം. കടല പരിപ്പൊക്കെ ഇടുമ്പോഴേക്കും നല്ല നീറ്റ് ആയിട്ടുള്ള ട്രേയിൽ വെച്ചിട്ട് ചെയ്യിക്കാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് 12th points onwards we will do from next class. Freedom from competition. 2 more points, 12 and 13. Freedom from pressure also. Okay, fine. Sign out ഉണ്ടെങ്കിൽ ആയിക്കോളൂ, നോട്ട് ചെയ്തുകൊട്ടെ, അല്ലെങ്കിൽ എനിക്ക് തന്നെ കഷ്ടപ്പാടാവും. Okay, please. Sign out ഇല്ല? Okay, then we can wind up. Okay, bye. Thank you for the class, Miss. Bye. Thank you, Miss. Thank you, Miss. Thank you, ma'am. Bye. ശരി, ക്ലാസ് ലീവ് ചെയ്യുവാണേ.